സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ആസിഡ് ആൻഡ് ബേസ്, അതിൻ്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് ഈസ് അബൌട്ട് ആസിഡിൻ്റെ സ്ട്രെങ്ത്, അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതാണ് രണ്ടാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് മൂന്നാമത്തെ പാർട്ടിൽ ഓൾ അബൌട്ട് സോൾട്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ ടു ദ ടോപ്പിക്. സോ ആസിഡ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മിനറൽ ആസിഡ് ലൈക്ക് ലബോറട്ടറീസിൽ മാത്രം കണ്ടുള്ള HCl, H2SO4, HNO3 അത് മാത്രമാണ് നമ്മുടെ മൈൻഡിൽ വരിക. പക്ഷേ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ആസിഡ്സ് ലൈക്ക് ലെമണിൽ ഉള്ള സിട്രിക് ആസിഡ്, അതുപോലെ വിനീഗറിലുള്ള അസിറ്റിക് ആസിഡ്, അതിനൊക്കെ വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ കൺവീനിയൻറ്റ്. സോ ആസിഡ്സിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ലെമണിൻ്റെ ടേസ്റ്റ് ഇറ്റ്സ് സോർ, സോ ആസിഡ്സിൻ്റെ ടേസ്റ്റ് സോറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സോപ്പ് NaOH ഇറ്റ് ഈസ് ബേസ്. സോ NaOH സോപ്പ് ബേസിൻ്റെ ടേസ്റ്റ് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സോപ്പി ടേസ്റ്റ്, അല്ലെങ്കിൽ സംവാട്ട് ലൈക്ക് ബിറ്റർ ടേസ്റ്റ് ആണെന്ന് പറയാം. ആസിഡ്സിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ അറിയാം, HCl, H2SO4, HNO3 എല്ലാത്തിലും H ഉണ്ട്. സോ ആസിഡ്സ് ഹൈഡ്രജൻ ഡോണേഴ്സ് ആണ്. ബേസ് അപ്പോൾ എന്തായിരിക്കും? ഹൈഡ്രജൻ ആക്സെപ്റ്റേഴ്സ് ആയിരിക്കും. സെയിം ബേസിൻ്റെ നോക്കുകയാണെങ്കിൽ NaOH, KOH എല്ലാത്തിലും OH ഉണ്ട്, ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ബേസ് എന്തായിരിക്കും? OH മൈനസിൻ്റെ ഡോണേഴ്സ് ആയിരിക്കും, വേറെ ആസിഡ്സ് OH മൈനസിൻ്റെ ആക്സെപ്റ്റേഴ്സ് ആയിരിക്കും. നൗ അബൌട്ട് ലിക്മസ്. ആസിഡ് ബ്ലൂ ലിക്മസിനെ റെഡ് കളർ ആക്കും ആൻഡ് ബേസ് നേരെ തിരിച്ചും. സോ നമ്മളിപ്പോൾ തന്നെ ലിക്മസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. സോ വാട്ട് ഈസ് ലിക്മസ്? ലിക്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻഡിക്കേറ്റർ. സോ എന്താ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ? ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് കിങ്ഡത്തിലെ തൈലോഫൈറ്റ, ആ പ്ലാന്റ് കിങ്ഡത്തിൽ പെടുന്ന ലൈക്കൻ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഡൈ ആണ്. ഇറ്റ്സ് എ പർപ്പിൾ ഡൈ. അത് ന്യൂട്രൽ മീഡിയ ആണെങ്കിൽ പർപ്പിൾ കളറാണ് കാണിക്കുക, ആൻഡ് അക്കോർഡിംഗ് ടു ആസിഡ് ആണോ ബേസ് ആണോ അതിൻ്റെ ബേസ്ഡ് ആയിട്ട് അതിൻ്റെ കളർ ചേഞ്ച് കാണിക്കും. സോ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഇൻഡിക്കേറ്റർ അതിൻ്റെ കളർ ഓർ സ്മെൽ മാറ്റും. അങ്ങനെ നമുക്ക് എടുത്ത സബ്സ്റ്റൻസിൻ്റെ നേച്ചർ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുക. സോ ലിക്മസ് സൊല്യൂഷൻ ഈസ് ആൻ ഇൻഡിക്കേറ്റർ. ലിക്മസ് സൊല്യൂഷൻ ഒരു പർപ്പിൾ ഡൈ ആണ്, ലൈക്കനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ആൻഡ് അതർ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കുറേ ഉണ്ട്, ലൈക്ക് ക്യാബേജിൻ്റെ ലീവ്സ്, പിന്നെ ടർമറിക്, പിന്നെ ചെമ്പരത്തിയുടെ പൂവിൻ്റെ ഇതൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ലൈക്ക് അത് ആസിഡ് ആവുമ്പോഴും ബേസ് ആവുമ്പോഴും അതിൻ്റെ സ്മെല്ല് മാറി വരും, ലൈക്ക് ഓണിയൻ പിന്നെ ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി നമുക്ക് ആസിഡിൻ്റെയും ബേസിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോകും. സോ ഹിയർ ഒരു എക്സ്പെരിമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഇൻ എക്സ്പെരിമെൻറ്റ് സിങ്ക് ഈസ് റിയാക്റ്റഡ് വിത്ത് ഡൈല്യൂട്ട് HCl. ഒരു ഗ്യാസ് ബബിൾ ചെയ്യുന്നുണ്ട്. ആ ഗ്യാസ് നമ്മൾ ഡെലിവറി ട്യൂബിൽ കൂടെ സോപ്പ് സൊല്യൂഷനിലേക്ക് പമ്പ് ചെയ്യുന്നു. സോപ്പ് സൊല്യൂഷനിലേക്ക് പമ്പ് ചെയ്യാൻ കാരണം ആ ഗ്യാസ് അപ്പോൾ ബബിളിൻ്റെ ഉള്ളിൽ എൻട്രാപ്ഡ് ആവും. പിന്നെ നമുക്കത് ഇവിടെ ലൈക്ക് ബേണിംഗ് ക്യാൻഡിലൊക്കെ വെച്ചിട്ട് ഏതാണ് ഗ്യാസ് എന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനു വേണ്ടിയാണ്. സോ നമ്മൾ ആ ബബിളിൻ്റെ അടുത്തേക്ക് ക്യാൻഡിൽ കൊണ്ടുവന്നപ്പോൾ ഇറ്റ് ബേൺ വിത്ത് എ പോപ്പിംഗ് സൗണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഗ്യാസ് ഇവോൾവ് ചെയ്തത് ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലായി. സോ ഓവറോൾ കൺക്ലൂഷൻ ഈസ് ആസിഡും മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ദാറ്റ്സ് ഇവിടെ തന്നെയായിരിക്കുന്നത്. ലൈക്ക് മെറ്റൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും, ആൻഡ് റിമൈനിങ് ആയിട്ടുള്ള നമ്മുടെ എലമെൻറ്റ്സ് ഏതാണോ അതിനെ ഒരുമിച്ച് ചെയ്താൽ ഇറ്റ്സ് നോൺ ആസ് സോൾട്ട്. എല്ലാ മെറ്റലും ആസിഡായിട്ടും ബേസായിട്ടും ഇതുപോലെ റിയാക്ട് ചെയ്യില്ല. ലൈക്ക് ഇപ്പോൾ നോബിൾ ഗ്യാസസ് ഒന്നും ആസിഡും ബേസുമായിട്ട് ഇതുപോലെ റിയാക്ട് ചെയ്ത് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യില്ല. നോബിൾ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ അവരൊന്നും ഈ റിയാക്ഷന് അണ്ടർഗോ ചെയ്യില്ല. നൗ നെക്സ്റ്റ് റിയാക്ഷൻ മെറ്റൽ കാർബണേറ്റും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സും തമ്മിലുള്ള ആസിഡും ബേസ് ആയിട്ടുള്ള റിയാക്ഷനാണ്. ഇതിൽ ലൈക്ക് ഇപ്പോൾ ചോക്ക്, ലൈംസ്റ്റോൺ, മാർബിൾ അവരൊക്കെ നമ്മുടെ ആസിഡായിട്ടും ബേസായിട്ടും റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും, CO2 പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ റിമൈനിങ് എലമെൻറ്റ്സ് കൂടിയിട്ടുള്ള ഒരു സോൾട്ടും കിട്ടും. സോ ഇതിൽ പഠിക്കാൻ മെയിനായിട്ട് വരുന്നത് ബ്രിസ്ക് എഫർവെസൻസ് ആയിട്ടാണ് CO2 പുറത്തേക്ക് കിട്ടുക. സോ ലൈക്ക് ദാറ്റ്. പിന്നെ ആസിഡും ബേസും അവർ തമ്മിലുള്ള റിയാക്ഷൻ
ഹിയർ ആസിഡ് ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, വാട്ടറും പിന്നെ സോൾട്ടും പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആസിഡ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിരുന്നു, ആസിഡ് ഹൈഡ്രജൻ ഡോണേഴ്സ് ആണ് ആൻഡ് ബേസ് OH മൈനസിൻ്റെ ഡോണേഴ്സ് ആണ്. സോ OHും Hഉം രണ്ടും കൂടി H2O പ്രൊഡ്യൂസ് ചെയ്യും. റിമൈനിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം കൂടി നമുക്ക് സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടും. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇത് ഹൈലി എക്സോതെർമിക് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡൈല്യൂട്ട് ആക്കുമ്പോൾ ആസിഡിനെയൊക്കെ നമ്മൾ ഡൈല്യൂട്ട് ആക്കുന്ന റിയാക്ഷൻസ് വരുമ്പോൾ നമ്മൾ അത് നേരിട്ട് ആസിഡും എടുത്തു വാട്ടർ എടുത്തു രണ്ടും കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇറ്റ്സ് ഹൈലി എക്സോതെർമിക്, എക്സ്പ്ലോഷന് കാരണം. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറേ ഇപ്പോൾ ഡൈല്യൂട്ട് ചെയ്യുന്നത് ഏത് സൊല്യൂഷനാണ്, മെയിൻലി വാട്ടർ ആയിരിക്കും എടുക്കുക. സോ വാട്ടർ കുറേ എടുക്കും, അതിലേക്ക് ഡ്രോപ്പ് വൈസ് ഡ്രോപ്പ് ആയിട്ട് ആസിഡ് ആഡ് ചെയ്യും വിത്ത് കണ്ടിന്യൂസ് സ്റ്റിറിങ്. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ അത് എക്സോതെർമിക് ആണ് റിയാക്ഷൻ. സോ ഹീറ്റ് എന്തായാലും ഇവോൾവ് ചെയ്യും. ആ ഹീറ്റിനെ ഈ കണ്ടിന്യൂസ് സ്റ്റിറിങ് കാരണം അത് എല്ലായിടത്തേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയി പോകും. സോ ദാറ്റ്സ് ദ ബെസ്റ്റ് മെത്തേഡ്. സോ ഇവിടെ താഴെ റിയാക്ഷൻ തന്നിട്ടുണ്ട്. NaOHും HClഉം നമ്മൾ റിയാക്ട് ചെയ്തു. NaOHൽ OHും HClൽ Hും തമ്മിൽ ഒരുമിച്ച് H2O ഫോം ചെയ്തു. ദാൻ റിമൈനിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇവിടെ Naയും Clഉം ആണ്. രണ്ടും കൂടി നമുക്ക് NaCl ഫോം ചെയ്ത് കിട്ടും. Now, reaction of metal oxide and acid. Reaction is metal oxide acid ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും വാട്ടറും ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ അതേപോലെ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് പറയാം എന്ത്, മെറ്റൽ ഓക്സൈഡിന് നമ്മുടെ ബേസിൻ്റെ സെയിം പ്രോപ്പർട്ടിയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ മെറ്റൽ ഓക്സൈഡിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ബേസിക് ഓക്സൈഡ് എന്ന് പറയുന്നു. സോ ഇത് ലൈക്ക് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് വൈ മെറ്റൽ ഓക്സൈഡ്സ് ആർ നോൺ ആസ് ബേസിക് ഓക്സൈഡ്സ്. റീസൺ ഇതാണ്, ഇറ്റ് റിസംബിൾസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വെൻ റിയാക്ട് വിത്ത് ആസിഡ്. സോ മെറ്റൽ ഓക്സൈഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് താഴെ CaO, BaO എക്സെട്ര തന്നിട്ടുണ്ട്. നൗ ഇനി നോൺ മെറ്റൽ ഓക്സൈഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ. നോൺ മെറ്റൽ ഓക്സൈഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആസ് ന്യൂട്രലൈസേഷൻ സോൾട്ടും വാട്ടറുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ പറയാം നോൺ മെറ്റൽ ഓക്സൈഡ് സംവാട്ട് സിമിലർ ടു നമ്മുടെ ആസിഡ് പോലെ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. സോ നോൺ മെറ്റൽ ഓക്സൈഡിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ആസിഡിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നു. ഇതും റിപ്പീറ്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ എക്സാമ്പിൾ ഓഫ് നോൺ മെറ്റൽ ഓക്സൈഡ്സ് CO2, SO2 എക്സെട്ര. നൗ സോ മുന്നേ കണ്ട പല റിയാക്ഷനിലും ആസിഡും ബേസും ഒരേപോലെ, കുറേ റിയാക്ഷനിൽ ആസിഡും ബേസും ഒരേപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. സോ ലൈക്ക് ഇപ്പോൾ മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്തു, ആസിഡും ബേസും എന്ത് ചെയ്തു, ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തു. മെറ്റൽ കാർബണേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു, രണ്ടാളും H2Oനും CO2നും ലിബറേറ്റ് ചെയ്തു. സോ എന്താ അവരുടെ സിമിലാരിറ്റിക്ക് കാരണം, അതിനെ പറ്റിയുള്ള സ്റ്റഡീസാണ് പിന്നീട് നടന്നത്. സോ ഹിയർ ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ് ഇൻ വിച്ച് നമ്മൾ ഡൈല്യൂട്ട് HClൻ്റെ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ സൊല്യൂഷനിൽ നമ്മൾ 2 നെയിൽ റബ്ബർ കോക്കിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ടും ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഹിയർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് ഗ്ലോ ചെയ്യും. ദാറ്റ് മീൻസ് റബ്ബറിൽ കൂടെ എന്തായാലും കറണ്ട് പാസ് ചെയ്യില്ല, നെയിൽസ് തമ്മിൽ കണക്ഷനും ഇല്ല. സോ ഹിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമ്മുടെ ഡൈല്യൂട്ട് HCl കൂടിയാണ്. സോ HCl എന്ന് പറയുന്ന നമ്മുടെ സൊല്യൂഷൻ, HCl aqueous Hc, ആ സൊല്യൂഷന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. സെയിം റിയാക്ഷൻ തന്നെ NaOHും ഡൈല്യൂട്ട് NaOHും വെച്ച് ചെയ്തപ്പോഴും നമുക്ക് സെയിം ഒബ്സർവേഷൻ തന്നെയാണ് കിട്ടിയത്. സോ അതിനെ വെച്ചുള്ള സ്റ്റഡീസ് ചെയ്തപ്പോഴാണ് ലൈക്ക് ആസിഡ് ആണെങ്കിലും ബേസ് ആണെങ്കിലും രണ്ടാളും വാട്ടർ മീഡിയത്തിൽ, അതായത് അക്വസ് മീഡിയത്തിൽ രണ്ടാളും ഡിസോസിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് അയോൺസ് ഫോം ചെയ്യും. ലൈക്ക് ഇപ്പോൾ KOH വാട്ടർ മീഡിയത്തിൽ ഡിസോസിയേറ്റ് ചെയ്ത് K+ ആൻഡ് OH- ഫോം ചെയ്യും. സിമിലർലി HClഉം ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം Cl- ഫോം ചെയ്യും. ബോത്ത് ആർ അയോൺസ്, അതായത് ചാർജ് ക്യാരിയിങ് ആണ്. സോ അവർ ഇലക്ട്രിസിറ്റി കണ്ടക്റ്റും ചെയ്യുന്നു. H+ ഇറ്റ്സെൽഫ് സ്റ്റേബിൾ അല്ല. സോ H+ എന്ത് ചെയ്യും, വാട്ടർ ആണ്. സോ H2O ആയിട്ട് റിയാക്ട് ചെയ്ത് H3O+, അതായത് ഹൈഡ്രോണിയം അയോൺ ഫോം ചെയ്യും. എന്നിട്ടാണ് വാട്ടറിൽ ഈ കണ്ടക്ഷൻ നടക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ആസിഡ് ബേസ് ആൻഡ് സോൾട്ട്സിലെ ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ആൻഡ് ബേസിൽ വരുന്നത്. സോ ഇന്ന് ലൈക്ക് ഫസ്റ്റ് നമ്മൾ ആസിഡിൻ്റെയും ബേസിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ എക്സാമ്പിൾസ്, ദെൻ വാട്ട് ഈസ് ഇൻഡിക്കേറ്റർ,
പിന്നെ ലിറ്റ്മസ് സൊല്യൂഷൻ എന്താണ്, ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ അതിൻ്റെ റിയാക്ഷൻസിലേക്ക് കടന്നപ്പോൾ നമ്മൾ മെറ്റൽ ആയിട്ടുള്ള റിയാക്ഷൻ, മെറ്റൽ കാർബണേറ്റ് ആൻഡ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ, ദെൻ ഇവർ തമ്മിൽ ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ മറക്കരുത്. നെക്സ്റ്റ് മെറ്റൽ ഓക്സൈഡും ആസിഡും, നോൺ മെറ്റൽ ഓക്സൈഡും ആസിഡും, സെയിം ടു ആസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, പിന്നെ ആസിഡിൻ്റെയും ബേസിൻ്റെയും സിമിലാരിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.